IFTK എന്ന് പറയുമ്പോൾ എനിക്ക് അഡോക്സിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മേജർ ഒരു ക്ലയൻറ്റ് തന്നെയായിരുന്നു. IFTK എന്ന് പറയുമ്പോൾ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഫാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ അഡോക്സിൽ വരുന്ന സമയത്താണ് IFTK ഓൺബോർഡ് ആവുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം IFTK പുതിയതായിരുന്നു. IFTK ഇവിടെ ഓൺബോർഡ് ആയ ടൈം നമ്മൾ അഡോക്സിൽ എല്ലാവരും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു. IFTK എന്ന് പറയുമ്പോൾ എനിക്ക് അഡോക്സിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മേജർ ഒരു ക്ലയൻറ്റ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ IFTKനെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു ഇമോഷണൽ ഒരു കണക്ഷനും കൂടെ ഉള്ളൊരു ക്ലയൻറ്റ് തീർച്ചയായും IFTK തന്നെയായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ അഡോക്സിലോട്ട് ജോയിൻ ചെയ്ത് ഇവിടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായിട്ട് അഡോക്സിലോട്ട് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന രീതിയിലാണ് IFTK എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. IFTK പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെൻഡർ ഡീറ്റെയിൽസ് ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് അത് നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്ഫുള്ളായിരുന്നു ഫസ്റ്റ്. കാരണം ഇത്രയും ഗവൺമെൻറ് പ്രൊജക്റ്റ് എടുക്കുമ്പോഴായിട്ടുള്ള ലെങ്തി പ്രോസസ്സും മറ്റു കാര്യങ്ങളും ആദ്യം നമ്മളൊന്ന് പഠിച്ചുവെങ്കിലും പിന്നീട് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ 10 വർഷത്തോളമായി എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ പല ഹൈ ലെവലിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയമുള്ളത് കൊണ്ടും അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ ടീമിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടുമാണ് നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. IFTK ഇവിടെ ഓൺബോർഡ് ആയ ടൈം നമ്മൾ അഡോക്സിൽ എല്ലാവരും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതിലെ കോണ്ടന്റിന്റെ പാട്ടാകാൻ പറ്റുക തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. കോണ്ടന്റ് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം എല്ലാം ബ്രെയിൻ സ്റ്റോമും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ IFTK എന്ന് പറയുന്നത് ഒരു ഫാഷൻ ടെക്നോളജി ഫാഷൻ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഫാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെ വേർഡ്സിലോട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ട്. സോ ഫാഷൻ എന്ന് പറയുന്നത് വെച്ചാൽ മെയിൻലി നമ്മൾ ഒരാളെ സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അയാൾ എന്താണോ ഏതാണോ അത് അയാൾ ഇടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ അയാൾ ഇടുന്ന ഡ്രസ്സ്, ഫുട്വെയർ എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം എക്സ്പ്രസ്, അതായത് വേർഡ്സിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അത് കുറച്ച് ടാസ്ക് ആണെങ്കിലും നമുക്ക് കുറച്ച് ക്രിട്ടിക്കലായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെ നമുക്ക് ആ വേർഡ്സ് പോയിന്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചലഞ്ചിങ് അതിനേക്കാൾ ഉപരി എനിക്കത് കുറച്ചുകൂടെ എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം IFTKയുടെ സക്സസ് പറയുവാണെങ്കിൽ തന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് തന്നെയാണെങ്കിലും ആ രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ആ സംഭവം തന്നെ നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ വളരെ മികച്ചൊരു പങ്ക് ഡിസൈനേഴ്സ് ഇവിടെ വഹിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഹെൽപ്പോടെ കൂടി നമ്മളൊരു മികച്ചൊരു റീൽ വീഡിയോ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെച്ചിട്ട് നമ്മൾ ക്യാമ്പയിൻസ് വിട്ടതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 125 to 150 രജിസ്ട്രേഷൻസ് ആയിരുന്നു നമുക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ടോട്ടൽ ഒരു 400ഓളം രജിസ്ട്രേഷൻസ് നമ്മളിവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 200ഓളം അവർക്ക് കൺവേർഷൻ രജിസ്ട്രേഷൻ ആയിരുന്നു. എന്ന് പറയുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻസ് ഒരു 200ഓളം ഉണ്ടായിരുന്നു. ഇപ്പം ഡിസൈനേഴ്സിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത ആളാണെങ്കിലും നമ്മുടെ പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്ത ആളാണെങ്കിലും അപ്പോൾ പോസ്റ്റേഴ്സൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വരെ നമ്മളെ പോസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഭംഗിയായിരുന്നു നമുക്ക് ക്ലയൻറ്റ് തന്നു എന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 1 day ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്ത് IFTKയിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം കോളേജിനെ പറ്റി പറയാനാണെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടുത്തെ എല്ലാവരും നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് നല്ലതായിരുന്നു. IFTK എല്ലാ രീതിയിലും അഡോക്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ബിസിനസ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സക്സസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ നോക്കുമ്പോൾ എല്ലാ രീതിയിലും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കും അഡോക്സിനാണെങ്കിലും അഡോക്സിൻ്റെ ടീമിനും പ്ലസ് IFTKയുടെ മാനേജ്മെൻറ്റ്. ഇതിന് ശേഷം നമ്മൾ അവിടെ ഒരു അപ്രിസിയേഷൻ ലെറ്റർ പ്രിൻസിപ്പളിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്ട് നമ്മൾ ആൾ ക്ഷണിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്. ഒരു പക്ഷേ ഈ IFTKയുടെ ടെൻഡർ പ്രോസസ്സിൽ അഡോക്സ് എന്ന് പറയുന്ന നമ്മുടെ അഡോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ എൻ്റയർ ടീം, HR ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ സെയിൽസ് ടീം, അതേപോലെ തന്നെ അതിൻ്റെ റിസർച്ച് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ടെക്നിക്കൽ ടീം എല്ലാം ഇൻവോൾവ് ആയി ഫുൾ പ്ലെഡ്ജിൽ ചെയ്തിട്ട് പ്രൊജക്റ്റ് ആയിരുന്നു IFTK എന്ന് പറയുന്ന പ്രൊജക്റ്റ്. മറ്റു ക്ലയൻസിനാണെങ്കിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് എൻ്റെ ടീംമേറ്റ്സ് തന്നെയാണ്. എൻ്റെ ടീമിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അഫ്കോഴ്സ് ഈ IFTKയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതാണ് ഈ സക്സസിൻ്റെ ഏറ്റവും വലിയ റീസൺ. അത് വലിയ രീതിയിൽ നമുക്കൊരു അഡോപ്ഷനൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീമിന് അതിനൊരു വലിയൊരു കോൺഫിഡൻസും അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തതിലുള്ള സന്തോഷവും നമുക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഫീലിംഗ് വെരി പ്രൗഡ് നൗ ആൻഡ് thanks to my whole Adox team. So the complete dedication and every applause goes to my team.